പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കാലത്തിന് അതീതമായി എഴുതിയ പുസ്തകമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. NB മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ്. 1990 കാലഘട്ടത്തിൽ എഴുതിയ ഈ പുസ്തകം 93 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ്. മാനവിക ഭാവങ്ങളെ പാരിസ്ഥിതിക ബോധത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ്റെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വെളിവാക്കുന്ന പുസ്തകമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ്. കോയമോൻ എന്ന കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ ലോകത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുന്ന പുസ്തകം. പരിസ്ഥിതിയോട് എങ്ങനെ മനുഷ്യൻ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകം. ഈ പുസ്തകം ആരംഭിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ്: ഒസാൻ ഇബ്രാഹിക്ക എൻ്റെ തല അയാളുടെ 2 കാൽമുട്ടിനിടയ്ക്ക് ഇറക്കി വെച്ചു. വല്ലാത്ത പൊറുതികേട്. അയാൾ കത്തിയെടുത്ത് കാൽവണ്ണയിൽ ചാണക്കിടുന്നുണ്ടായിരുന്നു. അവിടെ രോമങ്ങൾ ചത്തുപോയിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. മൂത്താപ്പ അതും നോക്കി മുഖത്തൊരു ചിരി ഉരുട്ടിക്കളിച്ച് എൻ്റെ ചുറ്റും നടക്കുന്നു. ഒസാൻ ഇബ്രാഹിംകയുടെ കാൽവണ്ണയിൽ തല കുടുങ്ങിപ്പോകുന്ന കുട്ടിയുടെ മനോവികാരങ്ങളിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയ തലമുറയുടെ അന്ധവിശ്വാസങ്ങൾ ബോധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിക്കെതിരെയുള്ള അവൻ്റെ എതിരിടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. കോയമോൻ എന്ന കഥാനായകൻ തൻ്റെ ഉമ്മയോടൊപ്പം കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയുടെ വീട്ടിലായ പരപ്പനങ്ങാടിയിലേക്ക് എത്തുകയാണ്. കോഴിക്കോട് സ്വാതന്ത്ര്യം പരപ്പനങ്ങാടിയിൽ നഷ്ടപ്പെടുന്ന കോയമോൻ ഒക്കെ നെഗറ്റീവായിട്ടുള്ള പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് ആ നാടിനെ അവൻ കാണുന്നത്. അന്ധവിശ്വാസങ്ങളുടെ നാട്, ഒട്ടും സ്വാതന്ത്ര്യം നൽകാത്ത നാട്. തീവണ്ടിയിലെ ടിക്കറ്റ് കളക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്ന കോയമോൻ പക്ഷേ മൂത്താപ്പ ആഗ്രഹിക്കുന്നത് മുദ്രിസാക്കണമെന്നാണ്. ദർസിലേക്ക് അയക്കാൻ മൂത്താപ്പ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതം വളരെ തനതായ കാഴ്ചപ്പാടിലൂടെ മനോഹരമായി ആവിഷ്കരിക്കാൻ NB മുഹമ്മദിന് സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ നോക്കിക്കാണാൻ പ്രത്യേകിച്ചൊരു കണ്ണ് വേണം. പ്രകൃതിയെ സ്നേഹിക്കാൻ മനോഹരമായ മറ്റൊരു കണ്ണ് വേണം. ആ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. ആ ദൈവത്തിൻ്റെ കണ്ണാണ് ഈ ബാലൻ്റെ കണ്ണ്. നിഷ്കളങ്കമായ ഒരു ബാലൻ്റെ ഭാവം കടമെടുക്കാൻ ഒരുപക്ഷെ NB മുഹമ്മദിന് തോന്നിയത് അതുകൊണ്ടാവും. ഇത്ര നിഷ്കളങ്കമായി, ഇത്ര മിടുക്കോടെ ഇത്തരം കാര്യങ്ങളെ ചിന്തിക്കാനും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും മറ്റൊരു കഥാപാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മതങ്ങളെ വെറുപ്പിക്കാതെ അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കാൻ, പരിസ്ഥിതി ബോധത്തിൻ്റെ ആ നിഷ്കളങ്കതയെ വെളിവാക്കാൻ ഈ ബാലനായ കഥാനായകൻ്റെ ചിന്തകൾക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. വളരെ മനോഹരമായി അത് ആവിഷ്കരിക്കാൻ ഈ പുസ്തകത്തിലൂടെ NB മുഹമ്മദിനെ സാധിച്ചു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതു കാലത്തിൻ്റെയും പുസ്തകമായി ഈ പുസ്തകത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്തും അന്ധവിശ്വാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരിസ്ഥിതിയോടുള്ള സ്നേഹം തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിലെ കഥാനായകനായ കോയമോൻ തൻ്റെ കളിക്കൂട്ടുകാരി മൂത്തമ്മയുടെ മകളായ ഉമ്മുവുമൊത്ത് ജീവിക്കുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ പ്രകൃതിയോട് ഇടപഴകുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങളുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് പയർ നടുന്നുണ്ട്. ആ പയറിൻ്റെ വളർച്ച ഈ നോവലിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഉമ്മു പിന്നീട് പ്രായപൂർത്തിയാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു വിടുന്ന ഉമ്മുവിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കോയമോൻ്റെ കത്തുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പയറിൻ്റെ വളർച്ചയാണ്. അതിൻ്റെ വിവിധ വളർച്ച രൂപങ്ങൾ ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പയറിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ എഴുത്തുകാരൻ നൽകിയ സ്ഥാനം എത്ര വലുതാണെന്ന് തിരിച്ചറിയണം. ഒരു ഇല വീഴുമ്പോൾ, ഒരു പ്ലാവ് വെട്ടുമ്പോൾ വേദനിക്കുന്ന ബാലനായ കുട്ടി, ആ കുട്ടിയുടെ മനോവികാരങ്ങളെ വളരെ തനതായ രീതിയിൽ അവതരിപ്പിക്കാൻ NB മുഹമ്മദിന് സാധിക്കുന്നുണ്ട്. ഈ നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മുഹമ്മദ് അലി കാക്ക. ചങ്ങലയിൽ കഴിയുന്ന മുഹമ്മദ് അലി കാക്ക. കോയമോൻ്റെ ചെറുപ്പകാലത്ത് മുഹമ്മദ് കാക്ക അങ്ങനെ ആയിരുന്നില്ല. അവനെ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന മാങ്ങ പറിച്ചു തരുന്ന മുഹമ്മദ് അലി കാക്ക അദ്ദേഹത്തിന് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്.
ഉമ്മു പറഞ്ഞു കൊടുത്ത കഥ ഇങ്ങനെയാണ്. മുഹമ്മദ് അലി കാക്കയ്ക്ക് കൂണ് തിന്നാൻ മോഹം തോന്നി. ആ കൂണ് പറിച്ചെടുത്ത് തിന്നപ്പോൾ ആ കൂണ് മോഹിച്ച കുറച്ച് പൂതങ്ങളുണ്ടായ വീട്ടിൽ. ആ പൂതങ്ങൾ മുഹമ്മദ് അലി കാക്കയുടെ വയറ്റിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൂതങ്ങളുടെ ബാധയേറ്റ് ചങ്ങലയ്ക്ക് ഇടുന്ന മുഹമ്മദ് അലി കാക്ക മൂത്താപ്പയുടെ ആചാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അവിടെ തളച്ചിരിക്കുന്നു. ചികിത്സിക്കാൻ കൊണ്ടുപോവാതെ അദ്ദേഹത്തെ മുഹമ്മദ് അലി കാക്കയെ അവിടെ തളച്ചിരിക്കുന്നു. പയ്യൻ പറയുന്നുണ്ട്, നമ്മുടെ കോയമോൻ പറയുന്നുണ്ട്, മുഹമ്മദ് കാലിക്ക, ഞാൻ വലുതാവുമ്പോൾ നിങ്ങളെ ഞാൻ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുതിർന്നവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന വളരെ പുരോഗമനവാദിയായ കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. തികച്ചും വ്യത്യസ്തമായ എഴുത്ത് NP മുഹമ്മദിന് നൽകാൻ സാധിക്കുന്നത് ഈ രീതികളിലൂടെയാണ്. അതുമാത്രമല്ല, ഈ നോവലിലുടനീളം ആ കാലഘട്ടത്തിലെ ഒട്ടനവധി പഴയ പ്രയോഗങ്ങൾ, പഴയ പദങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മുസ്ലിം സമ്പ്രദായത്തിലും ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന മറ്റ് ജാതികളിലെയും ഒക്കെ തനതായ രൂപങ്ങളും ഭാവങ്ങളും നൽകാൻ ഈ പുസ്തകത്തിന് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഈ ബാലനായ നായകൻ്റെ ചിന്തകളിലെ എഴുത്ത് വളരെ കാവ്യാത്മകമാണെന്ന് പറയാൻ പറ്റും. നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി കാവ്യഭാവനയോടുകൂടി കവിത തുളുമ്പുന്ന ഒരു എഴുത്ത് നൽകാൻ NP മുഹമ്മദിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വീടിൻ്റെ മുമ്പിലുള്ള പൂർത്തിയാവാത്ത ഒരു തറ വളരെ ഒരു പ്രതീകാത്മകമായി ഈ നോവലിസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ തറ, അതിൻ്റെ കല്ല് ഉപയോഗിക്കപ്പെടുകയാണ്. ആളുകൾ മരിക്കുമ്പോൾ, തറവാട്ടിലെ ആളുകൾ മരിക്കുമ്പോൾ അവരുടെ കുടീരം ഉണ്ടാക്കാൻ വേണ്ടി. ആ തറവാട്ടിൽ ഒരു വലിയ നിധിയുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെ കാത്ത് ഭൂതങ്ങളുണ്ട്, അതിന് മുകളിൽ സർപ്പങ്ങളുണ്ട്, പാമ്പുകളുണ്ട്. പാമ്പ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ഈ നോവലിൽ കാണാം. സത്യപാമ്പെന്നും മോശം പാമ്പെന്നും. മോശം പാമ്പ് അതിനെ ഉപദ്രവിച്ചാൽ അത് ആ വീട്ടിലെ ആൺകുട്ടികളെ നശിപ്പിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. സത്യപ്പാമ്പിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നിധി കിട്ടുമെന്നാണ് വിശ്വാസം. ഒടുവിൽ മൂത്താപ്പ തളർന്നു വീഴുന്നുണ്ട്. ഈ നോവലിലെ വില്ലൻ എന്ന് നമ്മൾ പറയുന്ന മൂത്താപ്പ തളർന്നു വീഴുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പാണൻ താമി എന്ന് പറയുന്ന കഥാപാത്രത്തെ കൂട്ടിപ്പിടിച്ച് അവിടെ ഒരു ബാധ ഒഴിപ്പിക്കൽ നടത്തുന്നുണ്ട്. അവിടുത്തെ നിധി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ അവസാനം സ്വന്തം ഉമ്മയെ ഉപദ്രവിക്കാൻ വരുന്ന പാണൻ താമയുടെ നേരെ തിരിയുന്ന കോയമോനെ നമുക്ക് കാണാൻ സാധിക്കും. കോയമോൻ അപ്പോൾ ഉമ്മ ദൈവമായി മാറുകയാണ് കോയമോൻ്റെ മുമ്പിൽ. ഉമ്മയെ രക്ഷിക്കാൻ കോയമോൻ ഒരു കുതിരപ്പുറത്താണ് പോകുന്നത്. കോയമോൻ്റെ തോന്നലാണ്. കത്തിയുമായി കോയമോൻ പോകുമ്പോൾ പാണൻ താമിയുടെ നേരെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വാള് വീശുകയായി. അമ്മായിയും സഫ്യത്താത്തയും ഒക്കെ ഇവനെ തടയാൻ വേണ്ടി വരുമ്പോൾ അവരൊക്കെ ഭൂതങ്ങളായിട്ടാണ് കുട്ടിക്ക് തോന്നുന്നത്. അങ്ങനെ അമ്മായിയുടെ കയ്യിലെ ചങ്ങല കുട്ടിയുടെ കാലിൽ അണിയുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. മണ്ണിൽ കമിഴ്ന്ന് വീഴുന്ന, മണ്ണിൽ ഉരുകുന്ന ആ കോയമോൻ്റെ, ആ ബാലൻ്റെ മനോവികാരങ്ങളിൽ ഉമ്മയുടെ കാൽപാദങ്ങളിലാണ് താൻ വീഴുന്നതെന്ന ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. തൻ്റെ ഉമ്മയുടെ കാൽപാദങ്ങളിൽ അവൻ വീഴുന്നു, പ്രകൃതിയുടെ കാൽപാദങ്ങളിൽ അവൻ വീഴുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ, മണ്ണിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതത്തെ, ഒരു ചിന്തയെ തകർക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ ചിന്തകൾക്കെതിരാണ് ഈ പുസ്തകം. തീർച്ചയായും ആ സന്ദേശം തന്നെയാണ് ഈ പുസ്തകം നൽകുന്നത്. നല്ലത് വിളിച്ചു പറയുന്ന, അമ്മയെ സ്നേഹിക്കാൻ പറയുന്ന, പ്രകൃതിയെ സ്നേഹിക്കാൻ പറയുന്ന നിഷ്കളങ്ക ഭാവത്തെ, ഭ്രാന്തിൻ്റെ ചങ്ങലക്കിടാൻ കൊതിക്കുന്ന കാലഘട്ടത്തെ, ഭരണകൂടങ്ങളെ, മതങ്ങളെ ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് NP മുഹമ്മദ് ദൈവത്തിൻ്റെ കണ്ണ് എന്ന ഈ പുസ്തകത്തിലൂടെ. തീർച്ചയായും മനോഹരമായ വായന നൽകുന്ന പുസ്തകമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന പുസ്തകം, മാനവികതയെ വളർത്തുന്ന പുസ്തകം, പ്രകൃതി സ്നേഹത്തെ തെളിവാക്കുന്ന പുസ്തകം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഏകദേശം 140 പേജ് വലിപ്പമുള്ള ഈ പുസ്തകത്തിന് 199 രൂപയാണ് വില. മനോഹരമായ വായന സമ്മാനിക്കുന്ന പുസ്തകം. തീർച്ചയായും വായിക്കുക NP മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ്. സുഹൃത്തുക്കളെ, മറ്റൊരു പുസ്തകത്തിന് ശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.